നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. കേരളക്കരയെ കരയിപ്പിച്ചു വയനാട് ഉരുൾപൊട്ടൽ. ശക്തമായ മഴയത്ത് വയനാട് സംഭവിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ച. ഒരു പ്രദേശം മുഴുവനും മണ്ണിനടിയിൽ സ്തംഭിച്ചുപോയി. 107 മരണം ഇതുവരെ സ്ഥിരീകരിച്ചു. മരണങ്ങൾ ഇനിയും ഉയരാം. ശക്തമായ മഴക്കെടുതികൾ. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകളുടെ ശരീരഭാഗങ്ങൾ നിലമ്പൂർ ഭാഗങ്ങളിൽ കൂടി ചാലിയാർ പുഴയിൽ കണ്ടെത്തിയത് കാണുമ്പോൾ ഏറെ ദുഃഖകരമാണ്. കേരളം കണ്ട ശക്തമായ ദുരന്തം മനുഷ്യന് നിമിഷ നേരം കൊണ്ട് തന്നെ നിസ്സഹായനായി പോകുന്ന അവസ്ഥ. ഒരു നിമിഷം മതി എത്ര സൗകര്യത്തിൽ കഴിയുന്നവരും വലിയ ദുരന്തത്തിൽ അകപ്പെടാൻ. മഴ രക്ഷയുമാണ്, ശിക്ഷയുമാണ്. അതുകൊണ്ട് തന്നെ മഴയുടെ നന്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഴക്കെടുതിയിൽ നിന്ന് കാവൽ തേടാനും നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ ഉപദേശിച്ചു. അതുകൊണ്ട് ശക്തമായ മഴകൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന എന്ന ദുആ പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ പഠിപ്പിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളം കണ്ട ശക്തമായ പ്രളയ ദുരന്തത്തിന് ശേഷം വയനാട് ഉരുൾപൊട്ടൽ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. മൃതദേഹം ചിന്നിച്ചിതറിയത് ഓരോ ഭാഗങ്ങളിൽ കാണുമ്പോൾ കരളലിയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. റബ്ബിലേക്ക് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. മരണപ്പെട്ടവർക്ക് ഷഹാദത്തിന്റെ പദവി അള്ളാഹു നൽകുമാറാകട്ടെ. ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. മഴയുടെ പ്രകൃതി ദുരന്തങ്ങളുടെ കെടുതിയിൽ നിന്ന് അള്ളാഹു നമ്മെയും കുടുംബങ്ങളെയും ലോകരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഹഫ്ളനാ യാ ഹഫീൽ മിൻ ജമീഇൽ ബലായ വൽ അഅദാഇ വൽ അംറാദ്. ആമീൻ. صلى الله على محمد صلى